നമസ്കാരം, മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പരമ്പരകളിലൊന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ്. തമിഴ് സീരിയലായ സിറകടിക്ക് ആസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ധാരാളം ഫാൻസ് ചെമ്പനീർ പൂവ് കഥാപാത്രങ്ങൾക്കുണ്ട്. അരുൺ നായരും ഗോമതിപ്രിയയുമാണ് ഈ സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സംപ്രേഷണം തുടങ്ങി മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എന്നാൽ ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ചെമ്പനീർ പൂവിൽ നിന്നും രേവതി പിന്മാറിയെന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. നിറത്തെയും സൗന്ദര്യത്തെക്കാളും ഉപരി ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനിസ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം. ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നിക്കുന്ന രേവതിയെ നിമിഷനേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത്. രേവതി തിരിച്ചു വരണം, ഗോമതിപ്രിയ ഇല്ലാത്ത ചെമ്പനീർ പൂവ് കാണില്ല എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഓരോ വീഡിയോയ്ക്കും വന്നിരുന്നത്. വേദനയോടെ ഹൃദയം നുറുങ്ങുന്ന വാക്കുകളോട് രേവതി ഇട്ട പോസ്റ്റ് കണ്ട് നിരവധി ആരാധകരാണ് രേവതിക്ക് പിന്തുണ നൽകിയത്. വേദനയോടെ പ്രിയ പറഞ്ഞത് തിരിച്ചു വരാൻ കഴിവുന്നതും ശ്രമിക്കും എന്നുള്ള സൂചനകളായിരുന്നു. ശേഷം ഫാൻസ് പേജുകളുടെ പോസ്റ്റുകൾ മാത്രമായിരുന്നു നടി ഷെയർ ചെയ്തത്. ഇപ്പോഴത്തെ ദിവസങ്ങളായുള്ള മൗനം വെടിഞ്ഞ് ശുഭവാർത്തയുടെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഗോമതിപ്രിയയുടെ പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പ്രതീക്ഷ എന്നത് മനോഹരമായ ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും നല്ലത് തന്നെ സംഭവിക്കുമെന്ന് കരുതുക. പ്രതീക്ഷയുടെ വെളിച്ചവും കെടാതെ അതെന്നും ഹൃദയത്തിൽ തെളിയിക്കാൻ ശ്രമിക്കുക. എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. അധികം പേർക്കും നിന്നെക്കുറിച്ച് അറിയില്ല. നിന്റെ പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ജീവിതവും അറിയില്ല. നിങ്ങൾ നിശബ്ദമായൊരു യുദ്ധമാണ് നയിക്കുന്നതെന്നും അധികം ആർക്കും അറിയില്ല എന്നാണ് നടി കുറിച്ചത്. ഹോപ്പ്, ട്രസ്റ്റ് ദ പ്രോസസ്, നെവർ ഗീവ് അപ്പ്, നെവർ ലോസ് ഹോപ്പ്, ഫൈറ്റ് ബാക്ക്, ബി സ്ട്രോങ്, ബി ഹാപ്പി തുടങ്ങിയ ഹാഷ്ടാഗുകളും നടി നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ചെമ്പനീർ പൂവിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഗോമതിപ്രിയ സ്വന്തം നാടായ മധുരയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂൾ തുടങ്ങിയ സ്ഥിതിക്ക് റെബേക്കയെ പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കാത്തതിനാൽ നടിയെ വെച്ച് തന്നെ വരും എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാനും അടുത്ത ഷെഡ്യൂളിലേക്ക് ഗോമതിപ്രിയയെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമമെന്നുമാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചനയെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗോമതിപ്രിയയെ സീരിയലിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. ഇനി മുതൽ റെബേക്ക സന്തോഷാണ് രേവതിയായി എത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ നിരവധി നെഗറ്റീവ് കമന്റുകളും വന്നിരുന്നു. ഗോമതിപ്രിയയെ പോലെ തന്നെ റെബേക്കയെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ അണിയറ പ്രവർത്തകർക്ക് പോലും നിരാശയുണ്ടാക്കുന്ന കമന്റുകളാണ് വന്നത്. സച്ചിക്ക് ഒരിക്കലും മാച്ചാകില്ല റെബേക്ക. സീരിയലിന്റെ റേറ്റിംഗിനെ തന്നെ ഇത് ബാധിക്കും. ചെമ്പനീർ പൂവിന് ആദരാഞ്ജലികൾ. റെബേക്ക വരുന്ന എപ്പിസോഡുകൾ മുതൽ ചെമ്പനീർ പൂവ് കാണുന്നത് നിർത്തി. ഗോമതി സീരിയലിൽ നിന്നും മാറിയാൽ സീരിയൽ കാണുന്നത് നിർത്തും തുടങ്ങി നിരവധി നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത്. അവസാന എപ്പിസോഡുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഗോമതിപ്രിയയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ട് ശക്തമായുള്ള പോരാട്ടം തന്നെയാണ് ഫാൻസ് പേജുകളിലെല്ലാം നടക്കുന്നത്. കൂടാതെ റെബേക്കയുടെ വീഡിയോയ്ക്ക് താഴെയും കമന്റുകൾ വരികയാണ്. തനിക്ക് നാണമില്ലേ? പ്രിയ ചെയ്ത് ഭംഗിയാക്കിയ റോൾ പ്രിയയെ എടുത്ത് മാറ്റിയിട്ട് കയറി ചെയ്യാൻ. സാധാരണ റീപ്ലേസ്മെന്റ് റോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് വന്നാൽ അവർ തീർച്ചയായും നെഗറ്റീവ് ഹേറ്റ് കമന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരും. മിക്കപ്പോഴും അത് ക്ഷമയോടെ ഫേസ് ചെയ്ത് കിട്ടിയ റോൾ ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ റെബേക്ക തുടങ്ങുന്നതിന് മുൻപ് തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. അത് ബോറു പരിപാടിയാണ്. രേവതിയായി ഗോമതിപ്രിയയെ കണ്ട് സ്നേഹിച്ചു പോയ പ്രേക്ഷകരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? റെബേക്ക വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലേ? ഇവർ എന്തിനാണ് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്? ആദ്യം അഭിനയിക്ക്, അല്ലാതെ ഇപ്പോഴേ ഇങ്ങനെ കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിച്ച് തുടങ്ങുവാണോ? മനസ്സിൽ വലിയ ആക്ട്രസ് ആണെന്നൊക്കെ ആയിരിക്കും. ചെയ്ത 2 സീരിയലുകൾ ഹിറ്റായതിന്റെ കോൺഫിഡൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഫീലാണ്. ഹേറ്റേഴ്സിനെ ഫാൻസാക്കി മാറ്റാൻ നോക്കാതെ അവരെ വെല്ലുവിളിച്ചാൽ റേറ്റിംഗ് തീരുമാനിക്കുന്നത് അവരാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് പുറത്തു വരുന്നത്. ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഈ ആഴ്ചത്തെ റേറ്റിംഗ് നിരക്ക് പുറത്തു വന്നതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ചെമ്പനീർ പൂവാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന 12 സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ചാണ് ചെമ്പനീർ പൂവിന്റെ ഈ കുതിപ്പ്. മറ്റ് സീരിയലുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലേക്കാണ് ചെമ്പനീർ പൂവ് എത്തിയിരിക്കുന്നത്. 14.8 എന്ന നിരക്കാണ് ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്നത്.